ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും, അതുകൊണ്ടാണ് ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. പൊന്നി എന്താ പറയണത്? എനിക്ക് ബൈബിളൊന്നും കണ്ടിട്ടില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടെന്നേ ഉള്ളൂ. എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ബൈബിൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് കിട്ടി 13 അധ്യായം വെച്ച് വായിക്കാൻ എനിക്ക് കിട്ടി. അതാരോ ഏതോ ഒരു യൂട്യൂബിൽ ആരോ അപ്ലോഡ് ചെയ്തതാണ്. ഉടമ്പടിയായിട്ട് ബന്ധമില്ല. പക്ഷെ അവർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് അവർ കയറി വായിച്ച്, പക്ഷെ അതിനുള്ള ഇൻട്രസ്റ്റ് അവർ കാണിച്ച്, ബൈബിൾ കേൾക്കാത്തവരും കാണാത്തവരും അത് വായിക്കാൻ വേണ്ടി, അത് എങ്ങനെ വായിക്കണം എന്നറിയാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ 13 അധ്യായം വെച്ച് വായിക്കാൻ പറഞ്ഞു, 13 അധ്യായം വായിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഞാൻ 13 അധ്യായം വായിക്കും, 13ാമത്തെ അധ്യായത്തിൽ നീ എന്നെ സഹായിക്കണം. അത് ഈശോയുമായിട്ടൊരു നമ്മൾ ആന്തരിക ഉള്ളിലുള്ള ഒരു ഉടമ്പടിക്കുള്ളിലെ ഉടമ്പടിയാണ്. കാര്യം നമുക്ക് ഉടമ്പടി വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം ഈശോ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആധ്യാത്മിക ഔത്സുക്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇടപെടേണ്ട എല്ലാ സാഹചര്യങ്ങളെ ബൈബിള് ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇന്ന സാഹചര്യങ്ങളിൽ ഈശോ ഇടപെടും. ഇന്ന സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ കൊളോസ്യസ് 3:11 ആണ് ഉടമ്പടിയുടെ അനുഭവ തലങ്ങളുടെ ഒരു അടിത്തറയെന്ന് പറയുന്നത്. എന്താണ്? ക്രിസ്തു എല്ലാമാണ്. വായിച്ചോളൂ. 3:11. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൊളോസ്യസ് 3:11. ഇവിടെ ഗ്രീക്കുകാരനെന്നോ, ഇവിടെ ഗ്രീക്കുകാരനെന്നോ, യഹൂദനെന്നോ, പരിച്ഛേദിതനെന്നോ, അപരിച്ഛേദിതനെന്നോ, അപരിഷ്കൃതനെന്നോ, സിദിയനെന്നോ, അടിമയെന്നോ, സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആ സാക്ഷ്യം കിടക്കുന്നത് പൊന്നി ആൻഡ് സോധിയാണ്. രണ്ടുപേരും റിലേറ്റീവ്സാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു സ്റ്റോളിൽ അവർ ബിസിനസ് പ്രൊമോട്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫീൽഡ് വർക്കൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് അവരുടെ കടങ്ങളൊന്നും പരിഹരിക്കുന്നില്ല. സോധിയാണെങ്കിൽ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയ ആളാണ്. അമ്മയുടെ കൂടെ താമസിക്കണം. അപ്പനും മരിച്ചുപോയി. ഇപ്പോൾ ഒരാണായിട്ടും തുണയായിട്ടും ആരും ഇല്ല കൂടെ. പല അത് പറയുന്നുണ്ട്, എനിക്ക് ആരുമില്ലെന്ന് പറയുന്നുണ്ട്. 2 കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോഴേ ഒരു ആൾക്കാരുടെ സിറ്റുവേഷൻസ് കണ്ടില്ലേ, അവർക്ക് പറയാനോ. പക്ഷേ അവരോട് ആരോ പറഞ്ഞതാണ് ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ. അവർ പറയുന്നു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ഇപ്പം ക്രിസ്ത്യൻസിനാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഇന്നലെ ഉടമ്പടി എന്ന് പറഞ്ഞാലും ഇവിടെ വന്ന് അത് എടുക്കാത്തോളം കാലം ക്രിസ്ത്യൻസിൻ്റെ കാര്യം അറിയത്തില്ലല്ലോ. അവർക്ക് പുതിയ കാര്യമല്ലേ. അപ്പോൾ അതേസമയം അപ്പോൾ സ്വാധിയും പൊന്നിയും വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവർ പറയണത് ഞങ്ങൾക്ക് അതിന് ശേഷം വല്ലാത്ത ധൈര്യം കിട്ടാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിഷയങ്ങൾക്ക് അപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ ഒരു ആൻറ്റി പറഞ്ഞു, ഇപ്പോൾ കൃപാസനത്തിൽ പോകാമെന്നിവർ തീരുമാനിച്ചതേ ഉള്ളൂ. അപ്പം തന്നെ ആ തീരുമാനം കറക്റ്റാണെന്നറിയാൻ വേണ്ടി കൺകറൻസ് വന്ന് അടുത്ത ഫോണിൽ ഒരു ആൻറ്റി പറഞ്ഞു, നിങ്ങൾക്ക് കോയിറ്റ് സ്കൂളിലെ 2 വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് വേണേ അത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയേ, പെട്ടെന്നുണ്ടായിരുന്ന ലൈറ്റ്നിങ് സ്പീഡ് ഉണ്ട് ഇതിൻ്റെ. എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇത് ഉടമ്പടി എടുത്തു പറഞ്ഞത്? നിങ്ങൾ മാത്രമല്ല, ആഗോളതലത്തിൽ 3 ലക്ഷം പേരോടാണ് ഒരാഴ്ചയിൽ 3 lakhs ആൾക്കാരാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത്. അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഈശോ അഡ്രസ്സ് ചെയ്യണം ഇതിലൂടെ
ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഈ ഉടമ്പടി ധ്യാനം കൂടുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാവരുടെ ജീവിത പ്രശ്നങ്ങളെ, ആധികളെ, വ്യാധികളെ, വ്യഥകളെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, കാനായിൽ എന്നതുപോലെ എല്ലാ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഈ 13 ചാപ്റ്റർ വായിക്കണമെന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ പൊന്നിയും അതുപോലെ സ്വാതിയും വായിക്കുകയാണ്. ഓരോ ചാപ്റ്റർ ഒന്ന് എല്ലാവർക്കും മനസ്സിലായെന്നറിയത്തില്ല. ഫസ്റ്റ് ടൈം ദേ ആർ ടേക്കിംഗ് ബൈബിൾ, മനസ്സിലാക്കില്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യ സമയമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമാണ് നിങ്ങൾ വചനം എടുക്കുന്നുണ്ടെങ്കിലും, കാര്യം വചനം എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്നല്ലേ ക്രിസ്മസ് മെസ്സേജ്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യ സന്ദേശം കൈമാറുന്നത് എങ്ങനെയാണ്? സകല മനുഷ്യർക്ക് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 2:30-31. ലൂക്കാ 2:30-31 വായിച്ചോളൂ. എന്തെന്നാൽ, പറഞ്ഞോളൂ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ശമയോൻ യേശുവിനെ കയ്യിലെടുക്കുമ്പോൾ എന്താണ് കാണുന്നത്? യഹൂദന്മാർക്ക് വേണ്ടിയോ ക്രിസ്ത്യൻസിന് വേണ്ടിയോ ഉള്ളതല്ല ക്രിസ്തു. പിന്നെന്താണ്? സകല മനുഷ്യർക്കും വേണ്ടി. കൈയിടിച്ച് കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. ജീവന്റെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്രയും സിമ്പിളാണ്. അതായത് ഇപ്പം സ്വാതിയുടെയും പൊന്നിയുടെയും വിഷയം എന്താണ്? അവർ ഈ മാർക്കറ്റിങ് ഈ ഷോപ്പിൽ നിന്നതുകൊണ്ട് അവിടെ 2 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റണില്ല. അവർക്ക് തന്നെ കടങ്ങളുണ്ട്, അത് കൊടുക്കാനും പറ്റണില്ല, കടം വീട്ടാനും പറ്റണില്ല, ഭക്ഷണം കഴിക്കാനും പറ്റണില്ല, കാര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും പറ്റണില്ല. ഇതാണ് വ്യഥ എന്ന് പറയണത്. ഇതാണ് വ്യഥ. വ്യഥയാണ് ക്രിസ്തു അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം. രോഗങ്ങളുണ്ട്, ജീവിത പ്രശ്നങ്ങളുണ്ട്. ജീവിത പ്രശ്നങ്ങളിലൂടെ എന്തുകൊണ്ടാണ് ഞാൻ ജപ്തി നടപടിയുള്ളവരെല്ലാം എല്ലാ ദിവസവും അച്ഛനെ കാണാൻ അനുവദിക്കുന്നു എന്നതാണ്. നമുക്കൊരു ദിവസം 500-600 ഉടമ്പടി നടക്കും. ഇപ്പം ഇതിനകത്ത് ആൾക്കാരെല്ലാം കാണത്തില്ല. കാണുന്ന ആരെയാണ്? മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ കാണും, ഏറ്റവും അർജൻസി ആയിട്ടുള്ള ആൾക്കാരെ കാണും. അതിൻ്റെ രേഖ ഒരു ഓഫീസിൽ കാണിച്ചാൽ കാണാൻ പറ്റും. ഞാൻ എന്താ അത് എടുക്കുന്നത്? ഞാൻ വളരെ സിമ്പിളായിട്ട് അത് എടുക്കണേ. എന്താ കാര്യം? അത് അഷുറൻസിലുള്ളതാണ്, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ നോക്കുന്നത് ഇത് വാഗ്ദാനത്തിലുള്ളതാണോ എന്ന് നോക്കും. വാഗ്ദാനത്തിലുള്ളതാണെങ്കിൽ നമുക്ക് അവകാശമുണ്ടാകും. മനസ്സിലായില്ലേ? അതാണ് വിഷയം. വാഗ്ദാനത്തിലുള്ളതാണെങ്കിൽ അവകാശമുണ്ട്. ഇപ്പോൾ വ്യഥകളെ ആശ്വസിപ്പിക്കുന്നത് വാഗ്ദാനത്തിലുള്ളതാണ്. അതിനുവേണ്ടി വാഗ്ദാനങ്ങളുടെ സാകല്യമാണ് ജീസസ്. അപ്പോൾ 1 കൊരിന്ത്യർ 1:20 വായിച്ച് സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ സ്തുതിക്കട്ടെ. സകല വാഗ്ദാനങ്ങളാണ് ക്രിസ്തുവിൽ. ആഖിയാൽ രക്ഷ നിന്റെ അധരത്തിലുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അല്ല, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് എന്തുമാത്രം ഇപ്പം അസ്വാധിക്കും അതുപോലെ പൊന്നിക്കും എത്ര സിമ്പിളാണ്.
അവൾ ഉടമ്പടിയുടെ അകത്തൊരു ഉടമ്പടി ചെയ്യുകയാണ്. എന്താണ്? ഞാൻ 13 അധ്യായങ്ങൾ വായിക്കും. 13 അധ്യായങ്ങൾ വായിക്കുമ്പോൾ 13ാമത്തെ ദിവസം എനിക്ക് നീ വിസ തരണം. അവളുടെ അവസ്ഥ അതാണ്. എന്താ പ്രശ്നം വെച്ചാൽ പാർട്ടിയുടെ പേരൊക്കെ എല്ലാം കുഴപ്പത്തിൽ കിടക്കുകയാണ്. പാസ്പോർട്ട് കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. കാര്യം നമുക്കറിയാമല്ലോ, പാസ്പോർട്ടിന് ഒരു ഡോർമൻ ടൈം എടുക്കുമല്ലോ എപ്പോഴും. പക്ഷെ അത്രയും ടൈം ഇല്ല. വേറെ ആൾക്കാർ അതിൻ്റെ അകത്ത് കയറിപ്പോവും. സ്കൂളിൽ 2 വേക്കൻസിയാണ്. സ്വിപ്പേഴ്സ് വേക്കൻസിയാണ്, പക്ഷേ നല്ല കാശ് കിട്ടും. അപ്പോൾ ഇവിടെ ഈ കടയുടെ അകത്ത് കയറി നിന്ന് വേര് പിടിച്ച് ജീവിതം കളയേണ്ട കാര്യമില്ല. അപ്പോൾ പിടിവള്ളി കിട്ടിയിരിക്കുന്നതാണ്. ആ പിടിവള്ളിയെ കൂടി പതുക്കെ കയറുമ്പോൾ കർത്താവുമായിട്ട് ഉള്ളിൻ്റെ അകത്ത് ഉടമ്പടിയുടെ അകത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. റോമ 10:8 ഒന്ന് പറഞ്ഞ റോമ 10:8 പറഞ്ഞോളൂ. വചനം നിനക്ക് സമീപസ്ഥമാണ്, വചനം നിനക്ക് സമീപസ്ഥമാണ്, വചനം നിനക്ക് സമീപസ്ഥമാണ്. നിന്റെ അധരത്തിലും നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. ഇപ്പൊ ഒന്നിന് പറഞ്ഞേ, ഒന്ന് വചനം നിനക്ക് സമീപസ്ഥമാണ് പറഞ്ഞേ. വചനം നിനക്ക് സമീപസ്ഥമാണ്. ദാറ്റ് മീൻസ് വചനം നിനക്ക് സമീപസ്ഥമാണെന്ന് പറയുമ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്ന വചനം എന്നല്ല എൻ്റെ അർത്ഥം. വചനം ക്രിസ്തുവാണ്. ക്രിസ്തു നിനക്ക് സമീപസ്ഥമാണ്. കൈയടിച്ച് നിനക്ക് സമീപസ്ഥമാണ്. അപ്പോൾ ഇതൊരു സങ്കീർണമായ എപ്പോഴും വിഷയം ക്രിസ്തുവിനെ എങ്ങനെ സങ്കീർണമാക്കാവുന്നതാണ് പലപ്പോഴും പല ആശയവേദികളിലും പഠനങ്ങളും ഡിസ്കഷനും നടക്കുന്നത്. പിശാചിന് സുന്ദരമായ രീതിയിലാണ് ക്രിസ്തുവിനെ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. വഴിയരികിൽ ചില വിത്തുകൾ വഴിയരികിൽ വീണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ലുക്കാൻ്റെ സുവിശേഷത്തിൽ മത്തായി സുവിശേഷം 13:9 തൊട്ടുള്ള വചനങ്ങൾ. ചില വിത്തുകൾ, അത് 1 തൊട്ടുള്ള വചനങ്ങളുണ്ട്. അതിൽ ചില വിത്തുകൾ വഴിയരികിൽ വീണു, പറവകൾ വന്ന് അതിനെ കൊത്തിക്കൊണ്ടുപോയി. ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 13:4 അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. പക്ഷെ അവന് പകരം ഇന്ന് വചനം വിതക്കണത് ആരാണ്? സഭയല്ലേ വിതക്കുന്നത്? അല്ലേ? സഭയല്ലേ വചനം വിതക്കണത്? അപ്പം സഭ വചനം വിതക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുറേ എണ്ണം വഴിയരികെ വീഴണത്? അതിൻ്റെ കാരണം ഇവർ സങ്കീർണമാക്കണത് കൊണ്ടാണ്. ക്രിസ്തുവിനെ സങ്കീർണമാക്കി കളയും. ക്രിസ്തുവിനെ സങ്കീർണമായി കഴിയുമ്പോൾ ആർക്കും അതിൻ്റെ അകത്ത് കടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അതിൽ കടന്നില്ല, മറ്റ് കടക്കാൻ വന്നവരെ നിങ്ങൾ തടഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ? ഇത് എല്ലാ കാലങ്ങളിലും നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് എന്തുമാത്രം ഇതിനെ സങ്കീർണമാക്കാൻ പറ്റുമെന്നുള്ളത് സാത്താൻ ഗവേഷണം നടത്തുന്ന ഒരു ഏറ്റവും വലിയ വിഷയമാണ്. വചനത്തെ എന്തുമാത്രം സങ്കീർണമാക്കാം, സാധാരണ ജനങ്ങൾക്ക് ഇത് എങ്ങനെ അപ്രാപ്യമാക്കാം, എങ്ങനെ രക്ഷയെ അട്ടിമറിക്കാം. പക്ഷേ ഇത് സെൻറ്റ് പോൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ക്രിസ്തു വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന്. കൈയടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാസ്പോർട്ടിൻ്റെ അത് ഡേറ്റിൻ്റെ പ്രശ്നമുണ്ട്, ജനനത്തീയ പ്രശ്നമുണ്ട്, പേരിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം വന്നിട്ട് പാസ്പോർട്ടിൻ്റെ 1ാം കൗണ്ടർ 2ാം കൗണ്ടറിലൊക്കെ ഇവർ റിജക്റ്റ് ചെയ്യും. 1ാം കൗണ്ടറിലും 2ാം കൗണ്ടറിലും ഇവർക്ക് പാസ്പോർട്ട് റിജക്റ്റ് ചെയ്യും. കാര്യം പേര് 2ഉം 2ആണ്. അപ്പം അതുകൊണ്ട് അവർ മനസ്സിൽ അവരുടെ മുമ്പിലുള്ളത് ഉടമ്പടി കാശുരൂപമാണ്. ഉടമ്പടി കാശുരൂപം വിളിച്ചുകൊണ്ട് 1ാം കൗണ്ടറും 2ാം കൗണ്ടർ റിജക്റ്റ് ചെയ്ത പാസ്പോർട്ട് അപേക്ഷയുമായിട്ട് ഒരു 3ാം കൗണ്ടറിലേക്ക് പോകും. എന്ത് നോൺസെൻസാണ്. സാധാരണ അതായത് ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു പ്രത്യാശയാണ്. ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി കർത്താവ് ഈ വിഷയത്തിൽ സെറ്റ് ചെയ്യുമെന്നുള്ളത്. 3ാം കൗണ്ടറിൽ ചെന്നപ്പോൾ ഈ 2ാം കൗണ്ടറുകാരൻ 3ാം കൗണ്ടർ ഒന്നിച്ചും പറയുന്നത് ഈ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല, ഇതിനിങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടെന്ന്. ഉടനെ ഈ 3ാമത്തെ കൗണ്ടറിലിരിക്കുന്ന ഓഫീസർ പറയണേ ഇങ്ങനെയുള്ള കാര്യമൊന്നും ഇപ്പം നോക്കണില്ല, ഇവർക്ക് ഞാൻ പാസ്പോർട്ട് കൊടുക്കുകയാണെന്ന്. കൈ ഇടിച്ച് കർത്താവിന് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അതിന് ക്രിസ്തുവിൽ പരിഹാരമുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് സിമ്പിളാണ്. അതാണ് വിഷയം. അതാണ് ഇത്രയും നേരം പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരുന്നത്.
രക്ഷ നിൻ്റെ ഹൃദയത്തിലുണ്ട്, അധരത്തിലുണ്ട്. ജസ്റ്റ് സ്പെല്ലിറ്റ്, അത്രേ ഉള്ളൂ. നീ അത് യേശുവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ആ സമയം മുതൽ നിനക്ക് കൃപ നിന്നിലേക്ക് ഒഴുകാൻ തുടങ്ങും. പക്ഷെ അതിന് പിന്നെ ആ കൃപ നിലനിൽക്കാൻ വേണ്ടി, കാര്യം കർത്താവ് എപ്പോഴും നിലനിൽപ്പിനെക്കുറിച്ച് പറയും അല്ലേ. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ഫലമുണ്ടാകാനും, അവരുടെ ഫലം 15-16 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 15:16 നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും ഒന്ന് പറഞ്ഞു. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. സോ ദിസ് വിഷയം, അതായത് നമുക്ക് ലഭിക്കുന്നതിന് ഓൺലി സിംഗിൾ മെക്കാനിസമേ ഉള്ളൂ, ജസ്റ്റ് ബിലീവ് ഇൻ ഇറ്റ്. കർത്താവിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ വാതിൽ ഓപ്പൺ ചെയ്യും. പക്ഷേ അനുഗ്രഹത്തിനൊരു പ്രോബ്ലം ഉണ്ട്. അനുഗ്രഹം നമുക്ക് അവകാശമാക്കുകയും അനുഭവിക്കുകയും വേണ്ടേ. 2 കാര്യങ്ങളുണ്ട്. അനുഗ്രഹം അനുഭവേദ്യമാകണം അല്ലേ. അപ്പം അനുഭവേദ്യമാകണമെങ്കിലാണ് പിന്നീട് നമ്മളത് വിശുദ്ധിയിൽ നിലനിൽക്കേണ്ട ആവശ്യമൊക്കെ വരണത്. അവിടെയാണ് വിഷയം. അത് അനുഭവേദ്യമാകുക എന്നുള്ളത് ഇപ്പോൾ അനുഭവിക്കാൻ യോഗ്യമില്ലാതിരിക്കുന്നവരില്ലേ. അപ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടിയാൽ മാത്രം പോരാ, ആ അനുഗ്രഹത്തിൽ നമ്മൾ നിലനിൽക്കണം, അനുഭവവേദ്യമാകണം നമുക്ക്. അപ്പോൾ അനുഭവവേദ്യമാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ കേട്ട വചനം അവർക്ക് അനുഭവപ്പെട്ടില്ല. അനുഭവപ്പെടാതിരിക്കാനൊക്കെ ഇപ്പോൾ ഹെബ്രായർ 4:2 നമ്മൾ ഇടയ്ക്ക് വായിക്കുന്നില്ലേ? ഒന്ന് വായിച്ചോളൂ. ശ്രുതികട്ടെ. ഹെബ്രായർ 4:2 അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. അപ്പം വിശ്വാസത്തിൻ്റെ കൂടെ വരുന്ന സംഭവമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ കൂടെയാണ്. ഇപ്പം വിശ്വാസമുണ്ടോ, അതിന് ഓട്ടോമാറ്റിക്കായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് ദൈവം അതീവ വിശുദ്ധയായതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിനെ പോലെ നമ്മൾ വിശുദ്ധിയിലേക്ക് വരണം. ദൈവത്തിൻ്റെ പോലെ നമ്മൾ വിശുദ്ധിയാണല്ലോ, അല്ലെങ്കിൽ ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വിശുദ്ധിക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവനായിരിക്കണം എന്ന് പറയണത്. ഇപ്പം നമ്മൾ എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്യത്തില്ലേ? അപ്പോൾ ദൈവം എന്താ പറയണത്? നീ എൻ്റെ മുമ്പാകെ വേപരിക്കണം. 17:3 ഉൽപ്പത്തി പുസ്തകം. ശ്രുതികട്ടെ. ഉൽപ്പത്തി 17:1 സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഈ കുറ്റമറ്റവനായി, അതായത് കുറ്റമറ്റവനായി നിൽക്കാൻ വേണ്ടിയാണ്. കാര്യം വെച്ചാൽ നമ്മളുടെ ഭാഗ്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് നമ്മളുടെ കുറ്റമറ്റ അവസ്ഥകളിലാണ് ഇത് കൂടുതൽ വർക്ക് ചെയ്യണത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവൻ. ദൈവം ആരാണ്? ഇപ്പോൾ 32-ാം സങ്കീർത്തനം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 32:2 ശ്രുതികട്ടെ. സങ്കീർത്തനം 32:2 കർത്താവ് കുറ്റം ചുമത്താത്തവനും, പറഞ്ഞ കർത്താവ് കുറ്റം ചുമത്താത്തവനും, ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അത് ഭാഗ്യവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മ തന്നെ പറയും, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. എന്താ കാരണം? കർത്താവ് കുറ്റം ചുമത്താൻ പറ്റാത്ത അമ്മയുടെ ആത്മീയ കരുത്തെന്ന് പറയുന്നത് അതാണ്. എന്താണ്? എല്ലാ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ.